ഗവർണറുടെ വെല്ലുവിളിയോ എന്നാണ് ചോദ്യം. സുജയ, ഗവർണറുടെ വെല്ലുവിളിയൊന്നുമല്ല. ഗവർണർ അന്നത്തെ ആ പരിപാടിക്ക് ശേഷം പിന്നീട് പരസ്യമായുള്ള പ്രതികരണങ്ങളിലേക്ക് ഒന്നും പോകുന്നത് നമ്മൾ കണ്ടില്ല. ഒരു സ്വകാര്യ പരിപാടിയിലെ അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട് ബൈറ്റാണ് നമ്മൾ കാണുന്നത്. അന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. അതിനുശേഷം ഗവർണർ സർക്കാരുമായി സഹകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ ഈ മന്ത്രിമാർക്കെതിരെയോ തുടർ പ്രതികരണങ്ങൾ നടത്തുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരാളല്ലെന്നേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അങ്ങനെ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയും വേണ്ട. അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഇന്നിപ്പോൾ നിയമമന്ത്രി പി രാജീവൊക്കെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി അത് പറയുന്നുണ്ട്. സർക്കാരും ഗവർണറും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകരുതെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നത് BJPയുടെ ആരുമല്ല, ചോദിക്കുന്നത് നമ്മുടെ നിയമ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവാണ്. അപ്പോൾ ഗവർണർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, സർക്കാരുമായി ചേർന്ന് പോകാത്ത ഒരാളാണ്, സർക്കാരിൻ്റെ നയങ്ങളെയെല്ലാം തുരുതുരാ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുടെ അതേ ശൈലി പിന്തുടരുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു സമീപനമായിരിക്കില്ലെന്നേ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും എടുക്കുക. ഇവിടെ CPIയുടെ മാത്രം പ്രതിഷേധമായി ഇത് ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് ഇപ്പോൾ ഒരു ദിവസം പിന്നിടുമ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 5-ാം തീയതിയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. 4-ാം തീയതി രാത്രിയും 5-ാം തീയതിയുമായി 6-ാം തീയതിയായി, ഇന്ന് 7-ാം തീയതിയായി. ഇന്നാകുമ്പോഴേക്കും CPIയുടെ പ്രതിഷേധമായി അത് മാറുകയാണ്. ഇവിടെ ഭാരതാംബയുടെ ആ ചിത്രം അത് രാജ്ഭവനിൽ തന്നെ ഉണ്ടാകും എന്ന് ഗവർണർ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. ആ ചിത്രം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതായിട്ടാണ് രാജ്ഭവനിൽ തന്നെയുള്ള അദ്ദേഹത്തിനൊപ്പമുള്ള വ്യക്തികളെല്ലാവരും പറയുന്നത്. ഇവിടെ ഭഗവദ്ധ്വജം മാറ്റി ത്രിവർണ്ണ പതാകയുള്ള ഭാരതാംബയുടെ ചിത്രമായിരുന്നു എങ്കിൽ ഈ പരിപാടിയിൽ കൃഷിമന്ത്രി പങ്കെടുക്കുമായിരുന്നു? ഇല്ല എന്നാണ് ഉത്തരം. കൃഷിമന്ത്രി P. പ്രസാദ് പങ്കെടുക്കാത്തത് ആ ഭഗവദ്ധ്വജം പിടിച്ച ഭാരത് മാത ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. അദ്ദേഹം പങ്കെടുക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഭാരതാംബയുടെ ചിത്രം, ആ ഒരു ചിത്രത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് തീരുമാനമാണ്. അതിന് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുമുണ്ട്. ഞാൻ പറയാം മാഡം, ഞാൻ കൃത്യമായ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിടെ നടന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ്, കൊടുത്തുവിട്ട കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടത് കൃഷിമന്ത്രി P. പ്രസാദാണ്. അദ്ദേഹത്തിനും പറയാം ഈ രീതിയിലാണോ അദ്ദേഹം കൊടുത്തുവിട്ട കത്തിലുണ്ടായിരുന്ന കണ്ടന്റ് എന്നുള്ളത്. ഇവിടെ ത്രിവർണ്ണ പതാക ഉള്ള ചിത്രം വെക്കാൻ ഗവർണർ തയ്യാറായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കത്തിൽ പറഞ്ഞത്, അതായത് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് രാവിലെ 5-ാം തീയതി രാവിലെ കൊടുത്തുവിട്ട കത്ത്, അതിൻ്റെ ഒരു ഓർഡർ ഓഫ് ഇവൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. അത് കൃത്യമായി ഈ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ വെച്ച് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി P. പ്രസാദ് ഗവർണർക്ക് കത്ത് കൊടുക്കുന്നത് മെയ് മാസം 26-ാം തീയതിയാണ്. അതിനുശേഷം ബുധനാഴ്ച വൈകിട്ട്, അതായത് ജൂൺ മാസം 4-ാം തീയതിയാണ് ഇതിന്മേലുള്ള അടുത്ത ആക്ഷൻ നടക്കുന്നത്. അന്ന് വൈകിട്ട് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലെ ഈ വേദിയിലേക്ക് എത്തുകയാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും. അവരവിടെ എത്തിയതിനു ശേഷം അവരാണ്, ഗവർണറോ അല്ലെങ്കിൽ ഗവർണറുടെ സ്റ്റാഫോ അല്ല ചിത്രം എടുത്ത് P. പ്രസാദിന് അയച്ചു കൊടുക്കുന്നത്. അവിടെ എത്തിയ ഈ സ്റ്റാഫാണ് ഇങ്ങനെ ഒരു ചിത്രമുണ്ട്, ഇവിടെ വിളക്ക് കൊളുത്തുന്ന ചടങ്ങുണ്ട് എന്നത് മന്ത്രിയെ അറിയിക്കുന്നത്, ആ ചിത്രം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അപ്പോൾ ദില്ലിയിലായിരുന്ന മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുകയാണ്. അതിനു മുൻപ് തന്നെ CPI നേതാക്കളുമായി, ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുമായി, മന്ത്രി P. രാജൻ അടക്കമുള്ള മറ്റു മന്ത്രിമാരായിട്ടൊക്കെ ബിനോയ് വിശ്വം കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള സംഭാഷണം നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ സംഭാഷണത്തിൽ അവരെടുത്ത തീരുമാനം ഈ പരിപാടിക്ക് പോകേണ്ടതില്ല എന്നതാണ്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയെ അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, നിങ്ങളുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പോകേണ്ടതില്ല. കാരണം ഇത് കൃഷി വകുപ്പിന്റെ പരിപാടിയാണ്. കൃഷിമന്ത്രി പറയുന്നു ഇങ്ങനെയൊരു ചിത്രമുണ്ട്, ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ഒരു കാര്യം ഈ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അത് ശരിയായ രീതിയല്ല എന്ന P. പ്രസാദിന്റെ ആ തീരുമാനത്തിന് മുഖ്യമന്ത്രി അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടിട്ടില്ല എന്ന വാദം നിലനിൽക്കില്ല. മുഖ്യമന്ത്രി നിങ്ങളുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പോകേണ്ടതില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വേദി മാറ്റുന്നത്. ആ പരിപാടി മറ്റൊരു സ്ഥലത്ത് നിർദ്ദേശ രീതിയിൽ നടക്കുന്നത്. ഈ ചടങ്ങ് മാറ്റുന്നതായി രാജ്ഭവനെ അറിയിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. 5-ാം തീയതി രാവിലെയാണ് ഈ കാര്യം അറിയിക്കുന്നത്. രാവിലെ കത്ത് നൽകുന്നു. രാത്രി തന്നെ ഫോണിലൂടെ ഇക്കാര്യം അറിയിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള കത്ത് കൊടുക്കുന്നത് അപ്പോഴാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 5-ാം തീയതി കൃഷിവകുപ്പ് ഓഫീസിൽ നിന്ന് ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്ക്, കൃഷിവകുപ്പിൻ്റെ ഓഫീസിൽ നിന്നാണ് കൃഷിമന്ത്രിയുടെ ഈ കത്ത് കൊടുക്കുന്നത്. ഇതിൽ കേരള സർക്കാരിന് ഈ പരിപാടികൾ നടത്തുന്നതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ടോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ചില പരിപാടികളിലൊക്കെ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ നടത്തുന്നത്. എന്നാൽ വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരും നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരെക്കുറിച്ച് മുൻ സർക്കാരിൻ്റെ കാലത്താണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തല്ല. അപ്പോൾ വിളക്ക് കൊളുത്താത്ത മന്ത്രിമാരെക്കുറിച്ചൊക്കെയുള്ള വാദങ്ങളും അങ്ങനെയുള്ള വാർത്തകളും ഒക്കെ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയവുമാണ്. അപ്പോൾ പ്രഖ്യാപിതമായ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ, താങ്കൾ നേരത്തെ പറഞ്ഞ വാദങ്ങളോട് ഞാൻ യോജിക്കുന്നു. കാരണം ഭാരതമാതാവിൻ്റെ രൂപം ഔദ്യോഗികമായി അംഗീകരിച്ച് എവിടെയെങ്കിലും അത് കൃത്യമായി ഒരു ലേഖനം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സർക്കാരിൻ്റെതായി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തുന്നതിനായിട്ടുള്ള കാര്യക്രമം അതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ സർക്കാരിനുണ്ടോ? ആ പ്രോട്ടോകോളിൽ എന്ത് മാറ്റമാണ് വരുത്താൻ ഗവർണർ
ഗവർണർ നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചാണ് കൃഷിമന്ത്രി പറയേണ്ടത്. പക്ഷേ കൃഷിമന്ത്രി കൊടുത്ത കത്തിൽ അഡീഷണൽ സെക്രട്ടറിക്ക് കൊടുത്തത്, ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്ക് കൊടുത്ത കൃഷിവകുപ്പ് ഓഫീസിൽ നിന്നുള്ള കത്തിൽ അതിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു കണക്കും പറയുന്നില്ല. ഇതിൽ പറയുന്ന കാര്യം കേരള സർക്കാരിൻ്റെ പരിപാടികൾ നടത്തുന്ന പ്രോട്ടോകോൾ അനുസരിച്ചല്ല ഈ പരിപാടി എന്നാണ്. അപ്പോൾ ആ പ്രോട്ടോകോൾ എന്താണെന്ന് ഗവർണർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഈ നിമിഷം വരെ പി പ്രസാദ് പറയട്ടെ, കൃഷിമന്ത്രി പി പ്രസാദ് പറയട്ടെ, അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആധികാരികമായി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അദ്ദേഹം ഒരു വ്യക്തത വരുത്തട്ടെ. സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പരിപാടിയല്ല രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ ഒരു മറുപടി വരില്ലെന്നേ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി വരില്ല. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ CPIയുടെ വകുപ്പായ കൃഷി വകുപ്പിൻ്റെ കൃഷിമന്ത്രിയുടെ തീരുമാനം നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ 5-ാം തീയതിയിലെ ഈ വിവാദം 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴും മുഖ്യമന്ത്രി അതിൽ മറുപടി പറയാതെ മാറി നിൽക്കുന്ന ഒരാളല്ല. പിണറായി വിജയന്റെ ശൈലി എന്താണെന്ന് നമുക്കറിയാം, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് മന്ത്രിമാരുടെ ശൈലി എന്താണെന്ന് നമുക്കറിയാം. അവരാരും പറയുന്നില്ല. P രാജീവ് പോലും വളരെ മൃദുവായ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പം അല്ലെങ്കിൽ CPIയും CPMനും വ്യത്യസ്ത നിലപാടില്ല എന്നൊക്കെ പറഞ്ഞ് MV ഗോവിന്ദൻ ആ പ്രശ്നത്തെ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷത്തൈ നടുന്നതടക്കമുള്ള ചടങ്ങുകളിലേക്ക് CPIഎമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തേണ്ടതാണല്ലോ. P പ്രസാദിന്റെ വീടിന് നേരെ ഉണ്ടായ ചാരുമുട്ടിലെ പ്രതിഷേധ പരിപാടിയെ എതിർക്കാനായി CPIയുടെ കൊടി മാത്രമേ കണ്ടുള്ളല്ലോ. CPIഎമ്മുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു മുന്നണിയായി പോകുമ്പോൾ ഒരു മുന്നണി സംവിധാനം ഭരിക്കുന്ന സർക്കാരാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇവരാരും വരുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്ന് പറഞ്ഞാൽ ഈ പടം മാറ്റാം. അതാണ് ഗവർണറുടെ നിലപാട്. ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്ത കാര്യം, ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ. സർക്കാരിന് കൃത്യമായി നല്ല നിയമോപദേശകരുണ്ട്. അപ്പോൾ അങ്ങനെ DGP അടക്കമുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നിയമോപദേശം തേടാം. മറ്റു വിഷയങ്ങളിലൊക്കെ മിനിറ്റിന് നിയമോപദേശം തേടുന്നതാണല്ലോ നിയമമന്ത്രി P രാജീവ്. അങ്ങനെ ഒരു നിയമോപദേശം തേടിയതായി ഈ നിമിഷം വരെ ഞാൻ ഒരിടത്തും കണ്ടില്ല. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അങ്ങനെ ഒരു നിയമോപദേശം തേടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഭൂപടത്തിന്റെ കാര്യത്തിൽ, കൊടിയുടെ കാര്യത്തിൽ, ഭരണഘടനാപരമായി അംഗീകരിക്കാത്ത ഒരു ചിത്രത്തിന്റെ കാര്യത്തിൽ, അതൊക്കെ സർക്കാരിന് കൃത്യമായി അവിടെ അറിയിക്കാം. അങ്ങനെയുള്ള ഒരു അറിയിപ്പും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. ഈ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം, മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ സർക്കാരിനുള്ള പ്രോട്ടോകോൾ എന്താണെന്നുള്ളതാണ് ഗവർണർ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭരണഘടനാ വിരുദ്ധത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പടം മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ചൂണ്ടിക്കാട്ടാനില്ല. മാത്രമല്ല ഗവർണർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ആ രാജ്ഭവനിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ അവിടുത്തെ ഹാളിൽ ആ ചിത്രം വെക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അത് 2 ആഴ്ച മുൻപ് വെച്ചോ 2 മാസം മുൻപ് വെച്ചോ എന്നുള്ളതല്ല. വെച്ചയിടത്ത് ആ ചിത്രം, അത് ഭാരതമാതാവിന്റെ ചിത്രമാണ്, അതവിടെ ഇരിക്കും എന്നതാണ് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാട്. ഇനി ഇവിടെ CPIയുടെ സ്റ്റാൻഡിലേക്ക് വരാം. CPI ഇവിടെ CPIഎമ്മിനേക്കാൾ വലിയ മതേതരത്വത്തിൻ്റെ ചാമ്പ്യനാകാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു, ഞങ്ങൾ മാത്രമാണ് ഗവർണറുടെ അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ഫാസിസത്തിനെതിരെ ഒക്കെ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഫാസിസ്റ്റ് സർക്കാരാണോ നരേന്ദ്രമോദിയുടേതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അടക്കം കൊടുക്കുന്ന മറുപടി എന്താണ് എന്നുള്ളതൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഫാസിസ്റ്റ് ഇന്ത്യയിലല്ല ജീവിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരു സർക്കാരാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നതിൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ CPMഉം CPIയും തമ്മിലുള്ള ആരാണ് വലിയവൻ എന്നുള്ള ഒരു ഡോമിനേഷൻ ഗെയിമിൽ മുന്നിലെത്താൻ വേണ്ടി CPI ശ്രമിക്കുന്നതാണ് ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ നമ്മൾ കാണുന്നത്. ഈ പ്രതിഷേധം എന്തായാലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വിഷയം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും, മുഖ്യമന്ത്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രിയും ഗവർണറും ഈ പ്രശ്നം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടുപേർക്കും പ്രതികരിക്കാനുള്ള സമയമുണ്ട്. 48 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിപാടി നടന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അവർ ഈ വിഷയം വഷളാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണർക്കെതിരെ CPIയുടെ MP P സന്തോഷ് കുമാർ കൊടുത്ത പരാതിയിൽ CPIയുടെ പ്രതിഷേധത്തിൽ ഈ വിഷയം അവസാനിക്കുകയാണ്. പ്രത്യക്ഷ ഏറ്റുമുട്ടലിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് കടക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. ഇന്നും ഗവർണർ മറ്റൊരു പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി. ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വിജ്ഞാൻ ഭാരതി സംഘടിപ്പിച്ച കേരളം അറ്റ് 2047 എന്ന സെഷനിലാണ് മുഖ്യാതിഥിയായി ഗവർണർ പങ്കെടുത്തത്. അവിടെയും ഭാരതമാതാവിന്റെ ചിത്രമുണ്ടായിരുന്നു. അതിന് മുന്നിൽ വിളക്ക് കൊളുത്തി ഗവർണർ പങ്കെടുക്കുകയാണ്. രാജ്ഭവനിലെ ചിത്രവും അതേപടി തന്നെ തുടരുകയുമാണ്. ഇവിടെ CPIയുടെ പ്രതിഷേധത്തിൽ നേരത്തെ മാഡം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഭാരത് മാതാ കി ജയ്. അത് വിളിക്കാനായിട്ട് CPI തയ്യാറാകുന്നു. അങ്ങനെ ഒരു പ്രതിഷേധം CPI നടത്തുന്നു. അതിലേക്ക് നയിച്ച ഗവർണറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ CPIയുടെ കൃഷി വകുപ്പിന്റെ കൃഷിമന്ത്രി അവിടെ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ അതുകൂടി ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ CPIയിൽ നിന്ന് നമുക്ക് ഭാരത് മാതാ കി ജയ് വിളി കേൾക്കാൻ കഴിയുമായിരുന്നു. കേരളം അത് കേട്ട് കോരിത്തരിച്ച് നിൽക്കുകയാണ് മാഡം. അപ്പോൾ ആ ഒരു സന്തോഷം കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും
ആളുകൾക്കുമുണ്ട്. ലോകമെമ്പാടും ആ മുദ്രാവാക്യം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗമായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം വിശ്വം മുഴുവൻ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുദ്രാവാക്യം വിളിയിലൂടെ. എന്തായാലും തൃശ്ശൂരിലെ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുറ്റത്ത് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന ബിനോയ് വിശ്വം വിളിക്കുകയും ബാക്കിയുള്ളവർ ഏറ്റു പറയുകയും മന്ത്രി P രാജനും അതുപോലെ തന്നെ നമ്മുടെ VS സുനിൽകുമാറും എല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്തൊരഴകായിരുന്നു. ആ സിനിമാ പാട്ട് പോലെ എന്തൊരു ചേലാണ് എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ തോന്നുന്ന നല്ലൊരു ദൃശ്യമായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ കണ്ടത്. ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിടിക്കേണ്ടത് ദേശീയ പതാക ഏന്തിയ ഭാരതാംബ എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ ദേശീയ പതാക ഏന്തിയ ഭാരതാംബയെ ആ ചിത്രത്തെ അവിടെ വെക്കാൻ ഗവർണർ തയ്യാറായിരുന്നു. എന്നാൽ ആ ചിത്രം വെച്ചാലും പരിപാടി നടത്താൻ പറ്റില്ല എന്ന നിലപാടെടുത്തത് P പ്രസാദാണ്. ആ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആകേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണെങ്കിൽ ഗവർണർ പ്രതികരിക്കും, അല്ലാതെ ഗവർണറായി ആദ്യം പ്രതികരിക്കാൻ പോകുന്നില്ല എന്നതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പോൾ ഇന്ത്യൻ സൈന്യം വിളിക്കുന്ന, BJP വിളിക്കുന്ന, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് വിളിച്ച ബിനോയ് വിശ്വമാണ് ഇന്നത്തെ ഹീറോ. അദ്ദേഹത്തിന് എല്ലാ അഭിവാദ്യങ്ങളും. ഭാരത് മാതാ കി ജയ് എന്ന് അദ്ദേഹം ഇനിയും വിളിച്ചുകൊണ്ടിരിക്കട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ടീമിനെ ഇന്ന് CPIയിലൂടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പതാക ഉയർത്തിയതും മുദ്രാവാക്യം വിളിച്ചതുമൊക്കെ നന്നായി. കമ്മ്യൂണിസ്റ്റുകൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. അദാനി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സുഹൃത്താകുന്നു. OICയും മനീഷ് തിവാരിയും സൽമാൻ ഖുർഷിദും ശശി തരൂരും ഒക്കെ രാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ പോയി ലോകവേദികളിൽ അടക്കം സംസാരിക്കുന്നു. അങ്ങനെ മാറ്റത്തിന്റെ പാതയിൽ CPI സഞ്ചരിക്കുകയാണ്. CPIഎമ്മും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആ ഒരു കിനാശേരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. എന്തായാലും P രാജീവ് ഇക്കാര്യത്തിൽ പറഞ്ഞ പ്രതികരണം അത് വളരെ മാതൃകാപരമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. 1947 ഓഗസ്റ്റ് 15 മുൻപും ഭാരതം ഉണ്ടായിരുന്നല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അതിനു മുൻപുണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രമാണ് അല്ലെങ്കിൽ ഭാരതാംബയുടെ പശ്ചാത്തലത്തിലെ ഭൂപടമാണ് എന്നത് നേരത്തെ തന്നെ പലതവണ വിശദീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് 1947 ഓഗസ്റ്റ് 15 ഭാരതം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ അവരെ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അവരുടെ വിവരക്കേടെന്ന് കരുതി നമുക്കത് ക്ഷമിക്കാം. 1947 മുമ്പുള്ള ഭാരതത്തിന്റെ ഭൂപടമാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? ആണോ? ജിയോളജിക്കൽ സർവേ ഞാൻ പറഞ്ഞത് ഭാരതാംബയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂപടത്തെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഭാരതാംബയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഭൂപടം നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് ഭാരതാംബയുടെ ആ ചിത്രം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അതിനു മുമ്പേ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. പാകിസ്ഥാനോ പാകിസ്ഥാൻ ഭാരതത്തിലാണോ? ചില പാകിസ്ഥാനികൾ ഭാരതത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവിക. രാജേന്ദ്ര ആർലേക്കർ ഉദ്ദേശിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്ന, അഫ്ഗാനിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ബംഗ്ലാദേശിന് വേണ്ടി വാദിക്കുന്ന, ഇന്ത്യയിൽ താമസിക്കുന്ന ചിലരുണ്ട്. നമുക്ക് മാറ്റാൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾ. ഇതിൽ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞത് ഞാനല്ല. പാകിസ്ഥാന്റെ പതാക, പാകിസ്ഥാന്റെ ഭൂപടം വെച്ചിരിക്കുന്നത്, പാകിസ്ഥാന്റെ ഭാഗമായ പ്രദേശങ്ങൾ വെച്ചിരിക്കുന്നത് രാജേന്ദ്ര ആർലേക്കർ. ഈ ചിത്രം 1947 ശേഷമുള്ള ഭാരതാംബയല്ല, അതിനു മുൻപ് ഭാരതാംബ ഔദ്യോഗികമായി വെക്കേണ്ട ഭാരതത്തിന്റെ ഭൂപടമാണെങ്കിൽ ഭഗവത് ധ്വജം എന്ന വാദം പൊളിഞ്ഞപ്പോൾ ഭൂപടവുമായി കൊണ്ട് നിറയുകയാണ്. അല്ലല്ല, ഭാരതാംബയെ ഇനിയിപ്പോൾ പൂർണ്ണമായും അങ്ങ് മൂടുന്ന വസ്ത്രം ധരിച്ചാലേ ഭാരതാംബയാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു പേര് വിളിക്കണം എന്നൊക്കെ ആയിരിക്കാം. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകും. എൻ്റെ വളരെ ലളിതമായ ചോദ്യമാണ്. നമ്മളുടെ രാജ്യത്ത് രാജ്ഭവൻ പോലെ ഔദ്യോഗികമായ ഒരു സ്ഥലത്ത് വയ്ക്കേണ്ട, സൂചിപ്പിക്കേണ്ട ഭൂപടം ഏതിൻ്റെതാണ്? അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാശ്മീരുള്ള ഭൂപടമാണോ? കാശ്മീർ എവിടെയാണ് ഭൂപടത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭൂപടം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊരു പശ്ചാത്തലം മാത്രമാണ്, അതൊരു ഭൂപടത്തിന്റെ ചിത്രമല്ല. പശ്ചാത്തലം മാത്രമാണ്. അല്ലല്ല, കശ്മീരില്ലാത്ത പശ്ചാത്തലം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അത് ആ ചിത്രത്തിന്റെ പശ്ചാത്തലം മാത്രമാണ്. അതിനുത്തരവില്ല. ഭഗവദ്ധ്വജമായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ ഭൂപടത്തിന്റെ കാര്യത്തിൽ ഉത്തരവില്ലേ? 2 മാ തേരെ വതൻ ഭാരത് കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയ ആളുടെ പേരെന്താ? അസിമുള്ള ഖാൻ. അസിമുല്ല ഖാൻ ഏത് സംഘപരിവാറുകാരൻ? സംഘപരിവാറുകാരാണോ? അപ്പോൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി ഒന്നുകൂടി
ഈ ഭാരത് മാതാ കി ജയ് വിളിച്ച് ജയിലിൽ പോയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ സംഘപരിവാരന്റെ പേര് പറയൂ. Meet the editors.